ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ ഇന്ന് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചകോടി സമാപിക്കും. കൂടുതൽ നിക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചേക്കും എന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും നിക്ഷേപകരുമായി ഇന്നും ചർച്ചകൾ നടത്തും. 30,000 കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി ഗ്രൂപ്പ് മാത്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. ഇൻവെസ്റ്റ് കേരളയ്ക്ക് ആദ്യ ദിവസം നല്ല പ്രതികരണമാണ് ലഭിച്ചത്. കരുണാദാനിയുടെ 30,000 കോടി, കേന്ദ്രത്തിന്റെ റോഡിന് വേണ്ടിയുള്ള 50,000 കോടി, ഇതടക്കമുള്ള കേന്ദ്രത്തിന്റെ 3 ലക്ഷം കോടിയോളം വരുന്ന മറ്റ് അടിസ്ഥാന സൗകര്യ മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ. അങ്ങനെ ആദ്യ ദിനം അടിച്ചു കയറി. രണ്ടാം ദിവസവും നിക്ഷേപകരുടെയൊക്കെ പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാർത്ഥകമായിരുന്നുവല്ലേ ആദ്യത്തെ ദിവസം, അർജുൻ മട്ടന്നൂർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ആദ്യ ദിവസം സംബന്ധിച്ചിടത്തോളം വലിയ നിക്ഷേപങ്ങൾ വന്ന ദിവസമാണ്. ഇന്നലെ അദാനി ഗ്രൂപ്പിന്റെ 30,000 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ആസ്റ്റർ ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ കൃഷ്ണ ഗ്രൂപ്പ് തുടങ്ങി വിവിധ വ്യവസായികളൊക്കെ തന്നെ അവരുടെ നിക്ഷേപങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ ദിവസമാണ് കടന്നുപോയത്. എന്തായാലും സമാപന ദിവസമാണ് ഇന്ന് കൂടുതൽ വ്യവസായികളുമായി ഇന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രിയും കൂടിക്കാഴ്ച നടത്തും. ഉച്ചവരെ മുഖ്യമന്ത്രി ജില്ലയിലുണ്ടാകും. മുഖ്യമന്ത്രി എന്തായാലും കൂടുതൽ സംരംഭകരുമായി ഇന്ന് സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങളൊക്കെ തന്നെ ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 1-to-1 മീറ്റിംഗുകളടക്കം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം ഈ ഉച്ചകോടിയിലെ ആകെയുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് വ്യവസായ മന്ത്രി വിശദീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഉച്ചകോടി വലിയ മാറ്റങ്ങൾ കേരളത്തിലെ വ്യവസായ മേഖലയിൽ ഉണ്ടാക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വ്യവസായ വകുപ്പും സർക്കാരും ഒക്കെ തന്നെ. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഒരു പിന്തുണയുമുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, രാത്രി ചാണ്ടി ഉമ്മൻ MLA അടക്കം ഈ ഉച്ചകോടി വേദിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ടാകുന്നു. കൂടുതൽ നിക്ഷേപകരും മറ്റും എത്തുകയും ചെയ്യുന്നു. എന്തായാലും ഇന്നും ഇത്തരത്തിൽ മാരത്തോൺ ചർച്ചകളും സെഷനുകളും ഒക്കെ തന്നെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. എന്തായാലും ആകെ ഈ ഉച്ചകോടിയിൽ നിന്ന് എത്രത്തോളം നിക്ഷേപം ഉണ്ടായി എന്ന് വൈകിട്ട് അറിയാൻ കഴിയും. എന്തായാലും വ്യവസായ മന്ത്രി ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് വിശദമായി തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, നോക്കാം. അർജുൻ മട്ടന്നൂർ, ഇന്നത്തെ ദിവസം വലിയ പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുകയാണ്. ബോൾഗാട്ടിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് ഇന്ന് സമാപനമാവുകയാണ്. വലിയ പ്രതീക്ഷകളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ, ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്ന സമയത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിക്ഷേപിക്കാനൊക്കെ തോന്നുന്നില്ലേ? നിക്ഷേപിക്കാൻ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട എന്നായിരിക്കും ചിലരെങ്കിലും ആലോചിക്കുക. വിഷമങ്ങളെല്ലാം മാറും. നല്ല കാലം വരുമെന്നേ, കാത്തിരിക്കൂ.